പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് ബലപ്പെടുത്താം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനം. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ വചനഭാഗം നമ്മുടെ വിശുദ്ധ കുമ്പസാരവുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കുവാനും ആ കൂദാശയുടെ വിശുദ്ധിയും ഭക്തിയും അത് പരികർമ്മം ചെയ്യുന്ന വൈദികനിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരുണയും തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഈ വചനഭാഗം ഇന്ന് എടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സഭയിൽ ഒഴിവാക്കാനാവാത്ത ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. കാരണം ദൈവം സഭയെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് മനുഷ്യനെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാനാണ്. ഒരു വ്യക്തി നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കൂദാശകളാണ് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും. അതുകൊണ്ടാണ് വിശുദ്ധ ഡോൺ ബോസ്കോ പറയുന്നത്, നിനക്ക് സ്വർഗത്തിലേക്ക് പറന്നുയരുവാനായിട്ട് ദൈവം നൽകിയ 2 ചിറകുകളാണ് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും. പ്രിയമുള്ളവരെ, നമ്മുടെ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഈ വിശുദ്ധ കൂദാശയെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സഭ എന്താണെന്നും സഭയുടെ ശക്തി എന്താണെന്നും സഭയുടെ കൂദാശകളിലൂടെ ദൈവം നൽകുന്ന വരപ്രസാദവും ദൈവിക അനുഗ്രഹങ്ങളും എന്തൊക്കെയാണെന്നും തിരിച്ചറിവില്ലാത്ത ലോകത്തിൻ്റെ മനുഷ്യൻ ഇതിനെക്കുറിച്ച് തെറ്റായ നിലപാടുകളും സംസാരവും പെരുമാറ്റവും നടത്തുമ്പോൾ വിശ്വാസി അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ കൂദാശകളോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനും ഈ കൂദാശയെ സ്നേഹിക്കുവാനും തയ്യാറായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സഭയെന്ന് പറയുന്നത് ഒരു സംഘടനയോ ഒരു ജനാധിപത്യ വ്യവസ്ഥയോ അല്ല. സഭയിൽ ദൈവം ഈ കൂദാശയെ, അനുരഞ്ജന കൂദാശയെ നിലനിർത്തിയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമല്ല. വിശുദ്ധ കുമ്പസാരം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പദ്ധതി പ്രകാരമാണ്. അതുകൊണ്ടാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ട വചനഭാഗത്ത് കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വചനഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിശുദ്ധ കുമ്പസാരവും അത് പരികർമ്മം ചെയ്യുന്ന വൈദികനെയും ദൈവമാണ് നിയോഗിച്ചിരിക്കുന്നത്. ദൈവമാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. സഭ സംഘടന അല്ല, അത് ദൈവിക സംവിധാനമാണ്. സഭയെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാനും അതിനെ തള്ളിക്കറയുവാനുമുള്ളതല്ല. സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. സഭയിലെ ഓരോ നിലപാടുകളും ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആണ് സഭയെ നയിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന് തോന്നുന്നത് പോലെ എടുത്തു മാറ്റാനും അതല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുവാനുമുള്ള ഒരു പ്രക്രിയയല്ല സഭയിലെ സംവിധാനങ്ങളും പരികർമ്മങ്ങളും. ഇത് വിശ്വാസിക്ക് തിരിച്ചറിവുണ്ടാകണം. ഏകസത്യ ദൈവത്തെയും അവിടെ നയിച്ച യേശുക്രിസ്തുവിനെയും അറിഞ്ഞ് വിശുദ്ധിയുടെ ജീവിതം നയിച്ച് നിത്യതയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ടെത്തിക്കുവാൻ ദൈവം കരുണയാൽ നിലനിർത്തിയിരിക്കുന്ന കാരുണ്യം പ്രവഹിക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ദൈവം ഈ വിശുദ്ധ കൂദാശയിലൂടെ മനുഷ്യൻ്റെ പാപങ്ങൾ കഴുകിക്കളയുന്നത്? അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, ക്ഷതമേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും എല്ലാം അവൻ്റെ പീഡാസഹന മരണ ഉയർപ്പിലൂടെ അവൻ കുരിശിൽ ഏറ്റുവാങ്ങി തിരുരക്തം ചിന്തി. ആ രക്തത്തിൻ്റെ ശക്തിയാലാണ് മനുഷ്യൻ്റെ പാപങ്ങൾ ദൈവം ഈ കൂദാശയിലൂടെ മാറ്റുന്നത്. അത് വൈദികൻ്റെ കഴിവോ അല്ലെങ്കിൽ വൈദികൻ്റെ വിശുദ്ധിക്കോ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ കൂദാശയുടെ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, എന്താണ് പാപം എന്ന് നമ്മൾ തിരിച്ചറിയണം.
മനുഷ്യൻ്റെ ജീവിതത്തിലെ സമഗ്ര മേഖലകളിലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വികലമാക്കുന്നതൊക്കെ പാപമാണ്. കാരണം പാപം ചെയ്യുന്നവൻ അവൻ്റെ തന്നെ ശത്രു എന്നാണ് വചനം പറയുന്നത്. പാപം ചെയ്യുന്നവൻ അവൻ്റെ തന്നെ ശത്രു എന്നാണ് വചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തെ തള്ളിക്കളയുവാൻ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ കൂദാശയെ വളരെ ഗൗരവമായി സ്നേഹത്തോടെ ഉൾക്കൊള്ളുവാനും അതിന് പരികർമ്മം ചെയ്യുന്ന വൈദികരെ ഉൾക്കൊള്ളുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. ഇത് കർത്താവായ ഈശോ സ്ഥാപിച്ച കൂദാശയാണ് എന്ന് പറയുവാനായിട്ട് കാരണം എന്താണ്? യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു രോഗശാന്തി നൽകുമ്പോഴൊക്കെ പാപങ്ങൾ പോലും ക്ഷമിക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ ഈശോ എടുത്തു മാറ്റുന്നതിന് മുമ്പ് അത് പാപത്തിൻ്റെ പരിണിത ഫലമാണെങ്കിൽ ഈശോ ആദ്യം ചെയ്യുന്നത് പാപത്തെ ആ വ്യക്തിയിൽ നിന്ന് പാപമോചനം കൊടുക്കുകയാണ്. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈശോ രോഗശാന്തി കൊടുത്തിരുന്നത്. എല്ലാ രോഗങ്ങളും പാപത്തിൻ്റെ പരിണിത ഫലമല്ല. ചില രോഗങ്ങൾ, ചില സഹനങ്ങൾ ദൈവം അനുവദിക്കും. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ. എന്നാൽ ഭൂരിഭാഗവും മനുഷ്യൻ്റെ തന്നെ കുറവുകളും ബലഹീനതകളും ദൈവത്തെ തന്നെ അവൻ നിഷേധിക്കുന്നത് മൂലം ദൈവത്തെ ആരാധിക്കാതെ, സത്യദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ബഹുമാനവും സ്നേഹവും കൊടുക്കാതെ ലോകത്തിൻ്റെ തിന്മകളിലേക്ക് ഒരു വ്യക്തി തരം താഴുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വരികയും ആ പാപം ആ വ്യക്തിയെ രോഗത്തിന് അടിമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ യേശു ആ വ്യക്തിക്ക് ആദ്യം പാപമോചനം നൽകിയതിന് ശേഷമാണ് രോഗശാന്തി കൊടുക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 8 ഈശോ ഈ ബത്സേദ കുളക്കരയിൽ കിടന്ന ആ മനുഷ്യന് സൗഖ്യം കൊടുക്കുകയാണ്. നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് പോവുക എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ മനുഷ്യനെ ദേവാലയത്തിൽ വെച്ച് ഈശോ കണ്ടിട്ട് പറയുന്നത് എന്താണ്? നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കുവാൻ മേലിൽ പാപം ചെയ്യരുത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 14. വീണ്ടും മാർക്കൂസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് 2-ാം അധ്യായത്തിൽ 5 യേശുവിൻ്റെ അരികിലേക്ക് ഒരു തളർവാദ രോഗിയെ 4 പേര് കിടക്കയോടെ എടുത്തുകൊണ്ട് വരിക. അവനെ ഈശോയ്ക്ക് വേണമെങ്കിൽ മകനെ നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു, നീ എഴുന്നേറ്റ് പോവുക എന്ന് പറയാം. എന്നാൽ ഈശോ അവൻ്റെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ പാപമാണെന്ന് മനസ്സിലാക്കി അതിനേക്കാൾ ഉപരി പാപത്തെ മാറ്റുവാൻ, പാപത്തിന് പരിഹാരം ചെയ്യുവാനായിട്ട് ദൈവം ഈ കൂദാശയെ പരികർമ്മം ചെയ്ത് ഈ ഭൂമിയിൽ നിലനിർത്തുവാനായിട്ട് വൈദികനിലൂടെ ഇത് ഈ ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് അനാദിയിലെ ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശുവിലൂടെ ദൈവം ഈ വചനഭാഗത്ത് ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മാർക്കൂസിൻ്റെ സുവിശേഷത്തിൽ ഈ തളർവാദ രോഗിയെ കൊണ്ടുവരുമ്പോൾ ഈശോ ആദ്യം അവനോട് പറയുന്നത്, മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ഈ പ്രവൃത്തി തച്ചൻ്റെ ഈ മകൻ നസ്രത്തിൽ തങ്ങൾക്ക് പരിചയമായ തങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യനായി ജീവിക്കുന്ന ഈ തച്ചൻ്റെ മകന് എങ്ങനെ പാപം മോചിക്കാൻ പറ്റുമെന്നാണ് ചുറ്റുപാട് നിന്നിരുന്നവർ ആകുലപ്പെട്ടുകൊണ്ട് അസ്വസ്ഥരാകുന്നത്. എന്നാൽ അവരറിയുന്നില്ല ഇവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന്. യേശുവിലൂടെ വെളിപ്പെടുന്ന സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, യേശുവിൻ്റെ പ്രവൃത്തികൾ അത് ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ യേശുവിൽ ഇടറുകയാണ്. എന്നാൽ ഈശോ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ തന്നെ തയ്യാറാവുകയാണ്. മനുഷ്യനെ ഇടറിയാലും അവൻ വിശ്വസിച്ചില്ലെങ്കിലും അവൻ എതിർപ്പുകൾ കാട്ടിയാലും ദൈവിക പദ്ധതി ഈ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളത് യേശുവിൻ്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് യേശു ഭയപ്പെടാതെ തന്നെ ശക്തമായ രീതിയിൽ അവനോട് വീണ്ടും പറയണം, മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ഈശോ പറയുകയാണ്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. മാർക്കൂസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11. മാർക്കൂസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11 പറയുക, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുക. യേശു ക്രിസ്തു ഈ വചനം തൻ്റെ അധരങ്ങളിലൂടെ ഉരുവിട്ടത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ സഭയിൽ പരികർമ്മം ചെയ്യുന്ന ഈ കൂദാശയുടെ ശക്തിയും വെളിച്ചവും ലോകത്തിൻ്റെ മുമ്പിൽ പ്രകടമാക്കാനാണ്. ഈശോ പറയുകയാണ്, കാരണം യേശുവിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ അധികാരം, പാപം മോചിക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ അധികാരം, ദൈവിക സംവിധാനത്തെ ക്രിസ്തുവിലൂടെ ദൈവം ഈ ഭൂമിയിൽ തൻ്റെ സഭയ്ക്ക് ഫലമേൽപ്പിക്കുകയാണ്. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹായ്ക്ക് ഈ അധികാരം ഈശോ കൊടുക്കുകയാണ്. പത്രോസ്ലീഹായോട് ഈശോ പറഞ്ഞു, നീ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവ മോചിക്കപ്പെടും, നീ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അത് ബന്ധിക്കപ്പെടും. അത് യേശു സ്ഥാപിച്ച കൂദാശയാണ്, യേശുവിൻ്റെ സംവിധാനമാണ്.
പാഴായ മനുഷ്യൻ, വെറും മണ്ണും പൊടിയുമായ മനുഷ്യൻ, ശ്വാസം മാത്രമായിട്ടുള്ള ഈ ഭൂമിയിലെ മനുഷ്യൻ, അവൻ ബുദ്ധിയിലും അഹങ്കാരത്തിലും മതിമറന്നുകൊണ്ട് ദൈവിക സംവിധാനത്തെ വെല്ലുവിളിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസി ഈ കൂദാശയെ പവിത്രതയോടെ കരുതുവാനും അതിനെ സ്നേഹിക്കുവാനും അതിനെ സംരക്ഷിക്കുവാനും അതിനുവേണ്ടി നിലപാടുകളെടുക്കുവാനും ഉത്തരവാദിത്വമുണ്ട്, ചുമതലയുണ്ട്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുമ്പസാരം എന്താണെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ തിരിച്ചറിയുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം ഈ ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധമായ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. മനുഷ്യൻ്റെ നിരവധിയായ പാപങ്ങൾ അവൻ്റെ ശാപങ്ങളാൽ, അവൻ്റെ ബലഹീനതകളാൽ, അവൻ്റെ അജ്ഞതയാൽ, അവൻ്റെ ദൈവനിഷേധത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യജീവിതത്തിൽ കടന്നു വരുന്ന പാപത്തിൻ്റെ ആ പരിണിത ഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ അനുദപിക്കുമ്പോൾ ആ പാപത്തിന് പരിഹാരം കൊടുക്കുവാൻ ദൈവം നിലനിർത്തിയിരിക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. എത്രയോ കഠിന പാപികൾ ഈ വിശുദ്ധ കുമ്പസാരത്തിലൂടെ വിശുദ്ധരായിട്ട് മാറി. എത്രയോ തകർന്ന ജീവിതങ്ങൾ, കല്ലുപോലുള്ള ജീവിതങ്ങൾ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം വിശുദ്ധ കൂദാശയിലൂടെ, കുമ്പസാരം എന്ന കൂദാശയിലൂടെ അനുഗ്രഹത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഈ കൂദാശയെ നമ്മൾ വളരെ ഗൗരവമായി എടുത്ത് അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 13 നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു. പാപം ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളെ തകർന്ന അവസ്ഥയിൽ, ശപിക്കപ്പെട്ട അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചേർക്കാനിടയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ക്രിസ്തു അതിന് പരിഹാരം ചെയ്തു. അവൻ കാൽവരിയിലെ കുരിശിൽ ശപിക്കപ്പെട്ടവനായിട്ട് മാറി. അവൻ്റെ ശരീരം മുഴുവനും ഏറ്റ പീഡനങ്ങൾ, വേദനകൾ, തകർച്ചകളൊക്കെ യഥാർത്ഥത്തിൽ ഈ കൂദാശയ്ക്ക് വേണ്ടിയാണ്. വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സഭയിൽ രൂപപ്പെടുത്തുവാനും ആ കൂദാശയിലൂടെ ലോകത്തിൻ്റെ നിരവധിയായ പാപങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനത്തിനായിട്ട് നിലവിളിക്കുന്ന മനുഷ്യൻ്റെ സകല പാപങ്ങളും മോചിപ്പിക്കപ്പെടുവാൻ കാൽവരിയിൽ അവൻ കൊടുത്ത വില യുഗാന്ത്യം വരെ, ലോക അവസാനം വരെ, അവൻ്റെ 2-ാം വരവ് വരെ ഈ സഭയിൽ നിലനിർത്തി പരികർമ്മം ചെയ്യുവാൻ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. അതൊരു മനുഷ്യൻ്റെ പദ്ധതിയല്ല, ഒരു മനുഷ്യൻ സ്ഥാപിച്ചതല്ല. മനുഷ്യൻ സ്ഥാപിച്ചതാണെങ്കിൽ അവന് മാറ്റാൻ പറ്റും. മനുഷ്യൻ രൂപപ്പെടുത്തിയ നിയമങ്ങളാണെങ്കിൽ അവന് വേണമെങ്കിൽ മനുഷ്യന് മാറ്റാൻ പറ്റും. ഇത് മനുഷ്യൻ സ്ഥാപിച്ചതല്ല. മനുഷ്യൻ സ്ഥാപിക്കാത്തതിനെ നമുക്ക് മാറ്റാനായിട്ട് അവകാശമുണ്ടോ? ദൈവം സ്ഥാപിച്ചതിനെ നിഷേധിക്കുവാൻ നമുക്ക് അവകാശമുണ്ടോ? മണ്ണും പൊടിയുമായ മനുഷ്യന് ദൈവിക സംവിധാനത്തിനും ദൈവിക പ്രവൃത്തികൾക്കുമെതിരെ ശബ്ദിക്കുവാനായിട്ട് എന്തവകാശം എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും നമ്മളിലേക്ക് ഒഴുകുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. പ്രിയമുള്ളവരെ, ഈ കൂദാശയുടെ ശക്തി, ഇത് പരികർമ്മം ചെയ്യുന്ന വൈദികൻ്റെ ആ നിലപാടുകളും മനോഭാവങ്ങളുമൊക്കെ ദൈവം മുൻകൂട്ടി തന്നെ എല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. സഭയിൽ അതിൻ്റെ സംവിധാനങ്ങൾ, സഭയിൽ അതിൻ്റെ നിയമങ്ങളൊക്കെ വ്യക്തമായിട്ടറിയാം. എന്നാൽ ഇതൊന്നും അറിയാത്ത വ്യക്തിയാണ് ഈ കൂദാശയിലൂടെ ലഭിക്കുന്ന കൃപാവരത്തെ തകർക്കുവാൻ, ഈ കൂദാശയിലൂടെ ലഭിക്കുന്ന രക്ഷയെ തടസ്സപ്പെടുത്തുവാൻ പലതരത്തിലുള്ള തിന്മകളും കിംവദന്തികളുമായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ കുമ്പസാരം പരികർമ്മം ചെയ്യുവാൻ ഈശോയാണ് സഭയിൽ ഈ അധികാരം പത്രോസിലൂടെ ആദ്യത്തെ മാർപ്പാപ്പയ്ക്ക് കൊടുത്തു. മാർപ്പാപ്പയിലൂടെ ഈ അധികാരം മെത്രാന്മാരിലൂടെയും വൈദികരിലൂടെയും ഈ ശുശ്രൂഷ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയോട് മാർപ്പാപ്പയുടെ കീഴിൽ നിൽക്കുന്ന, മാർപ്പാപ്പയോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു വൈദികൻ പാപം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിയുടെ പാപം മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ദൈവം കാൽവരി ബലിയുടെ യോഗ്യതയാൽ ആ പാപങ്ങൾ മോചിപ്പിക്കപ്പെടും. കാരണം ആ പാപത്തിൻ്റെ പരിണിതഫലമായി അവിടെ ഉണ്ടായിരുന്ന തകർച്ചകൾ, അസ്വസ്ഥതകൾ, രോഗങ്ങൾ ആ പാപമോചനത്തിലൂടെ സൗഖ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്രയോ അത്ഭുതങ്ങൾ വിശുദ്ധ കുമ്പസാരക്കൂട്ടിലൂടെ, അതിലൂടെ ഒഴുകിയിറങ്ങിയ സൗഖ്യത്തിലൂടെ അനേകർ നേടിയിട്ടുണ്ട്. പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തികൾ ഈ വിശുദ്ധ കുമ്പസാരത്തിലൂടെ സൗഖ്യപ്പെട്ട സാക്ഷ്യങ്ങളുണ്ട്. പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ ഈ വിശുദ്ധ കുമ്പസാരത്തിലൂടെ സൗഖ്യപ്പെട്ട സാക്ഷ്യങ്ങളുണ്ട്. പലതരത്തിലുള്ള തകർച്ചകൾ, സാമ്പത്തിക മേഖലകളിലെ തകർച്ച, ആത്മീയ മേഖലകളിലെ തകർച്ച, ഇതൊക്കെ വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശയിലൂടെ അത് മാറ്റപ്പെട്ട സാക്ഷ്യങ്ങളും അനുഭവങ്ങളും നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അപ്പോൾ ഈ കൂദാശയെ നമ്മൾ വളരെ സ്നേഹിക്കുവാനും അത് യോഗ്യമായിട്ട് പരികർമ്മം ചെയ്യുവാനും അത് സ്വീകരിക്കുവാനും
നമുക്ക് സാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പല കാര്യങ്ങൾ ഈ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട, കാരണം ദൈവത്തിൻ്റെ സ്ഥാനപതികളാണ് ഓരോ പുരോഹിതനും. കാരണം കർത്താവായ ഈശോ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ഈ ഭൂമിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകനും ഓരോ പുരോഹിതനും ഈ ദൗത്യം, ഇതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. അതുകൊണ്ട് വൈദികർക്കറിയാം ഈ വിശുദ്ധ കുമ്പസാരം തങ്ങളുടെ കഴിവോ തങ്ങളുടെ മിടുക്കോ തങ്ങളുടെ യോഗ്യതയോ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നതല്ല. ദൈവം കർത്താവായ യേശുക്രിസ്തു തങ്ങളിലൂടെയാണ് ഈ പാപമോചനം ഈ പാപികൾക്ക്, ബലഹീനർക്ക് നൽകുന്നതെന്ന് ഓരോ വൈദികനും അറിയാം. അതുകൊണ്ട് ഈ കൂദാശ ഭക്തിയോടും വിശ്വാസത്തോടും അതിൻ്റെ ഉത്തരവാദിത്വത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ വൈദികർ ശ്രദ്ധാലുക്കളാണ്. ഒരു വൈദികനും കുമ്പസാരക്കൂട്ടിലെ ഒരു പാപവും പുറത്ത് പറയുവാനായിട്ട് തയ്യാറാവുകയില്ല. കാരണം ആ വൈദികനറിയാം, കുമ്പസാരക്കൂട്ടിലെ ഒരു പാപം ഏതെങ്കിലും കാരണവശാൽ പുറത്തു പറഞ്ഞാൽ ആ നിമിഷം തന്നെ ആ വൈദികൻ സഭയുടെ ഔദ്യോഗിക ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ആ സഭയുടെ ആ പൗരോഹിത്യ സ്ഥാനത്ത് നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം നീക്കം ചെയ്യപ്പെടും. അത് ദൈവത്തിൻ്റെ സംവിധാനമാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ എടുത്ത ഒരു ഉടമ്പടിയാണ്. കാരണം വിശുദ്ധ കുമ്പസാരത്തിലെ ഒരു തെറ്റും ഒരു കുറവും പുറത്ത് പറയുകയില്ല. ദൈവത്തോട് ചെയ്ത ഒരു ഉടമ്പടി, അതിനോട് അവിശ്വസ്തത കാണിച്ചാൽ, അത് ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ അതിനോട് അവിശ്വസ്തത കാണിച്ചാൽ ആ നിമിഷം ആ വൈദികൻ ഓട്ടോമാറ്റിക്കായിട്ട് സഭയുടെ ആ സ്ഥാനത്ത് നിന്ന്, സഭയിലുണ്ടായിരുന്ന ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തിരസ്കൃതനാവുകയാണ്. ദൈവം ആ വ്യക്തിയെ തിരസ്കരിക്കും. കാരണം അത് ദൈവത്തിനെതിരെ ഒരു പാപം ചെയ്തിട്ട് ഒരു വ്യക്തിക്ക് എത്ര നാൾ ഈ ഭൂമിയിൽ നിലനിൽക്കാനായിട്ട് പറ്റും? അത് ഓരോ വൈദികനും അറിയാവുന്നത് കൊണ്ട്, ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അവരൊരിക്കലും ഒരു പാപവും ഒരിക്കലും ഒരിടത്തും പറയുകയില്ല. കാരണം ഇത് സീൽ ഓഫ് കൺഫെഷൻ എന്നാണ് പറയുന്നത്. ആ സീൽ ഓഫ് കൺഫെഷൻ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ വൈദികൻ തന്നെ അവൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ചിട്ട് പിന്നെ അവന് നിലനിൽപ്പില്ല. ഒരിക്കലും ഒരു വൈദികൻ അത് ചെയ്യുകയില്ല. എന്നാൽ ഈ ലോകത്തിലെ സാധാരണ മനുഷ്യർക്ക്, ലോകത്തിലെ സംവിധാനങ്ങൾക്ക് ഇതിൻ്റെ സത്യവും ശക്തിയും അറിയില്ല. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശുദ്ധ ലിഖിതങ്ങളോ അവയുടെ ശക്തിയോ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങളുടെ ശക്തി തിരിച്ചറിയുന്ന വ്യക്തി ഈ കൂദാശയെ സ്നേഹിക്കും, ഈ കൂദാശയോട് ഐക്യപ്പെട്ട് ജീവിക്കും. വിശുദ്ധ ഫൗസ്റ്റീന പലയാവർത്തി ഈശോ ഫൗസ്റ്റീനയോട് സംസാരിക്കുമായിരുന്നു. നമുക്കറിയാം, വിശുദ്ധ ഫൗസ്റ്റീനയാണ് ഈശോയുടെ കരുണയെക്കുറിച്ച് ലോകത്തിന് അത് നൽകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്. കരുണയുടെ ചിത്രം പോലും ലോകത്തിന് നമുക്ക് ലഭിച്ചത് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെയാണ്. യേശു കാരുണ്യത്തിൻ്റെ ഉറവിടമാണെന്നും അവൻ്റെ കരുണ കടലോളം വിശാലമാണെന്നും ആ ശരണമാകുന്ന പാത്രം ഉപയോഗിച്ച് ആ കരുണയുടെ കടലിൽ വന്നു നിന്നാൽ ഏതൊരു പാപിക്കും പാപമോചനവും ക്ഷമയും കരുണയും കിട്ടുമെന്നും ഫൗസ്റ്റീനയോട് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു. ആ ഒരു സത്യം ഈ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഫൗസ്റ്റീനയുടെ ഡയറി ഇന്ന് നമുക്ക് സുലഭമാണ്. വിശുദ്ധ ഫൗസ്റ്റീന തന്നെ തൻ്റെ ജീവിത അനുഭവത്തിലൂടെ അനുഭവിച്ച, യേശു സംസാരിച്ച കാര്യങ്ങൾ ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ എഴുതി അത് ലോകത്തിന് ഇന്ന് ലഭ്യമാണ്. ഫൗസ്റ്റീനയുടെ ഡയറി വായിക്കുമ്പോൾ നമുക്കറിയാം ഈ കുമ്പസാരം എന്ന കൂദാശയുടെ ശക്തി. 1725 ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ സംസാരിക്കുന്നത് ഇപ്രകാരമാണ്. ഫൗസ്റ്റീന തന്നെ എഴുതിയിരിക്കുക, ഇന്ന് എപ്രകാരം കുമ്പസാരം എന്ന കൂദാശയെ ഞാൻ സമീപിക്കണമെന്ന് കർത്താവ് ഒരിക്കൽ കൂടി എന്നെ പഠിപ്പിച്ചിരുന്നു. എൻ്റെ മകളെ, എൻ്റെ സാന്നിധ്യത്തിൽ നീ എപ്രകാരമാണോ ഒരുങ്ങുന്നത് അപ്രകാരം തന്നെ എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കുക. വൈദികൻ എന്ന വ്യക്തി എനിക്ക് ഒരു മറ മാത്രമാണ്. ഞാൻ ഉപയോഗിക്കുന്ന എപ്രകാരമുള്ള വൈദികനാണെന്ന് നീ ഒരിക്കലും അപഗ്രഥനം ചെയ്യരുത്. എന്നോടെന്ന പോലെ കുമ്പസാരത്തിൽ നിൻ്റെ ആത്മസ്ഥിതി തുറന്നു സംസാരിക്കുക. ഞാൻ അതിനെ എൻ്റെ പ്രകാശത്താൽ നിറയ്ക്കാം. കാരണം യേശുക്രിസ്തുവിനോടെന്ന പോലെ അവൻ്റെ പീഡാസഹന മരണ ഉയർപ്പിലൂടെയാണ് എനിക്ക് പാപമോചനം ലഭിക്കുന്നത്. ഞാൻ പാപങ്ങൾ ഏറ്റുപറയുന്നത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനോടെയാണ് എന്നുള്ള ഒരു ബോധ്യം ഈ കൂദാശ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. കാരണം വൈദികൻ എന്ന് പറയുന്നത് ഒരു മറ മാത്രമാണ്. ആ വൈദികനിൽ മറഞ്ഞിരിക്കുന്ന ഈശോയാണ് എൻ്റെ പാപങ്ങൾ അവൻ്റെ തിരുരക്തത്താൽ കഴുകി മാറ്റുന്നത്. വിശുദ്ധ കുർബാനയിൽ മറഞ്ഞിരിക്കുന്ന അതേ യേശു തന്നെയാണ് കുമ്പസാരക്കൂട്ടിലെ വൈദികനിലും മറഞ്ഞിരിക്കുന്നത്. അതൊരുപക്ഷെ വൈദികൻ അറിയണമെന്നില്ല, ഒരുപക്ഷെ വൈദികൻ അതിൽ വിശ്വസിക്കണമെന്നില്ല, ഒരുപക്ഷെ വൈദികനിൽ കുറവുകളുണ്ടായിരിക്കാം. എങ്കിലും കർത്താവായ യേശു ഈ വൈദികനിലൂടെ വിശ്വാസിക്ക് ആവശ്യമായത് നൽകിക്കൊണ്ടിരിക്കുകയാണ്.
നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേകം മനുഷ്യർ ഈ ഒരു സത്യത്തെ അനുഭവിക്കുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഫൗസ്റ്റീന പറയുകയാണ് 691 ഹണ്ണിയിൽ, എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമായോ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെയായിരിക്കും. വീണ്ടും ഫൗസ്റ്റീനയോട് 1521 ഖണ്ഡികയിൽ ഈശോ സംസാരിച്ച കാര്യം ഫൗസ്റ്റീന 1521 ഖണ്ഡികയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, എൻ്റെ കരുണയെ ഉദ്ഘോഷിക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. പാപികളോടുള്ള അനുകമ്പയാൽ എരിയുന്ന എൻ്റെ ഹൃദയത്തെ അങ്ങനെ തണുപ്പിക്കുവാൻ നിനക്ക് സാധിക്കും. എൻ്റെ വൈദികരോട് പറയുക, അത്യഗാധമായ കരുണയെപ്പറ്റിയും എൻ്റെ ഹൃദയത്തിൽ പാപികളോടുള്ള ആർദ്രതയെപ്പറ്റിയും അവർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് കഠിന പാപികൾ പോലും മാനസാന്തരപ്പെടും. എൻ്റെ കരുണയെ വാഴ്ത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന വൈദികർക്ക് അത്ഭുതകരമായ ശക്തി ഞാൻ നൽകും. അവരുടെ വാക്കുകളെ ഞാൻ അഭിഷേകം ചെയ്യും. അവരുടെ സംസാരം ശ്രവിക്കുന്നവരുടെ ഹൃദയങ്ങളെ ഞാൻ സ്പർശിക്കുകയും ചെയ്യും. 1602 ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈ വിശുദ്ധ കൊമ്പസാരത്തിൻ്റെ ശക്തിയും അതിലൂടെ ലഭിക്കുന്ന കൃപാവരങ്ങളെക്കുറിച്ചും ഈശോ തന്നെ പറയുകയാണ്. നീ കൊമ്പസാരിക്കുവാനായി എൻ്റെ കരുണയുടെ നീരുറവയെ സമീപിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും, കാരണം കാൽവരിയിൽ ഈശോ ഒഴുക്കിയ രക്തവും ജലവും നിൻ്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശുദ്ധീകരിക്കുന്നു. ഓരോ വ്യക്തിയും വിശുദ്ധ കൊമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്ന വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ കർത്താവായ ഈശോ കാൽവരിയിൽ ഒഴുക്കിയ അവൻ്റെ തിരുരക്തവും ജലവും ആ കൂദാശയുടെ പരികർമ്മത്തിലൂടെ ആ വ്യക്തിയിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. ഓരോ പ്രാവശ്യം നീ കൊമ്പസാരിക്കുവാനായി അണയുമ്പോൾ ഏറ്റവും വലിയ ശരണത്തോടെ നിന്നെ തന്നെ എൻ്റെ കരുണയിൽ ആഴ്ത്തുക. അങ്ങനെ എൻ്റെ കൃപാസമൃദ്ധി നിൻ്റെ ആത്മാവിൽ വർഷിക്കട്ടെ. കൊമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർമ്മിക്കുക, നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. പുരോഹിതനിൽ ഞാൻ മറഞ്ഞിരിക്കുന്നെങ്കിലും നിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഇവിടെ ആത്മാവിൻ്റെ ദുരിതം ദൈവത്തിൻ്റെ കരുണയെ കണ്ടെത്തുന്നു. ശരണമാകുന്ന പാത്രമായി നീ കൊമ്പസാരക്കൂട്ടിലേക്ക് ചെന്നണയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നിൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങും. പ്രിയമുള്ളവരെ, വിശുദ്ധ കൊമ്പസാരത്തിലെ ഒരു പാപം പോലും ഒരു വൈദികൻ ഒരിക്കലും പുറത്തു പറയാനായിട്ട് പറ്റുകയില്ല. അവൻ വധിക്കപ്പെടുവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായാൽ പോലും ഈ പാപം, ഒരു വ്യക്തി നിന്നോട് പറഞ്ഞ പാപം നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ വധിക്കുമെന്നുള്ള ഒരു നിയമം രാജ്യം എടുത്താൽ പോലും അത് പറയാനായിട്ട് വൈദികൻ തയ്യാറാവുകയില്ല. വൈദികൻ വേണമെങ്കിൽ മരിക്കാൻ സന്നദ്ധനാകും. കാരണം ഈ വിശുദ്ധ കൊമ്പസാരത്തിന് വേണ്ടി ജീവിതം കൊടുത്ത അനേകം വിശുദ്ധരായിട്ടുള്ള ആത്മാക്കൾ സഭയിലുണ്ട്. വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. നമുക്കറിയാം എത്രയോ വൈദികർ വിശുദ്ധ കൊമ്പസാരത്തിൽ ഒരു പാപി വന്ന് പറഞ്ഞ പാപം അത് പറയാതിരിക്കുവാൻ വേണ്ടി ജീവൻ തന്നെ ഒരു ബലിയായി കൊടുത്തിട്ടുള്ള വിശുദ്ധരുണ്ട്. കാരണം അത് പറഞ്ഞാൽ വേണമെങ്കിൽ ആ പാപം പുറത്ത് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ നീതീകരണം ഉണ്ടാകും, ലോകത്തിൻ്റെ മുമ്പിൽ അംഗീകാരം ഉണ്ടാകും, ലോകം വേണമെങ്കിൽ അവരെ സംരക്ഷിക്കും, പരിരക്ഷിക്കും. പക്ഷേ ലോകത്തിൻ്റെ സംരക്ഷണമല്ല, ലോകത്തിൻ്റെ നീതീകരണമല്ല, ലോകത്തിൻ്റെ അംഗീകാരമല്ല ഒരു പുരോഹിതൻ വിശുദ്ധ കൊമ്പസാരക്കൂട്ടിലിരുന്ന് പാപം മോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന വൈദികൻ ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിൻ്റെ നീതീകരണമാണ്. ദൈവം അംഗീകരിക്കണം. ദൈവത്തിൻ്റെ നീതിയാണ് വേണ്ടത്, ദൈവത്തിൻ്റെ അംഗീകാരമാണ് വേണ്ടത്. ലോകത്തിൻ്റെ അംഗീകാരമോ നീതിയോ അല്ല. അവിടെ നമ്മുടെ ജീവിതം കർത്താവിനൊരു ബലിയായി കൊടുക്കും ഏതൊരു വൈദികനും. കാരണം മനുഷ്യൻ ഈ ഭൂമി വിട്ട് തീരുന്നതല്ലല്ലോ ജീവിതം. നിത്യ നരകാഗ്നിയിലേക്ക് ചെന്ന് പതിക്കുവാനായിട്ട് ഈ പാപം കാരണമാകുമെന്ന് ഉള്ള ബോധ്യമുണ്ടെങ്കിൽ ഒരു പുരോഹിതനും ഒരിക്കലും കുമ്പസാരക്കൂട്ടിലെ ഒരു പാപം പോലും പുറത്തു പറയുകയില്ല. അത് പറഞ്ഞാൽ ആ വൈദികൻ്റെ അസ്തിത്വം തന്നെ അവനെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. നിത്യമായ നരകാഗ്നിയിലേക്ക് ചെന്ന് വീഴുന്നതിന് തുല്യമാണ്. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും നരകത്തിലേക്ക് തള്ളിക്കളയാൻ കഴിയുന്നവനെയാണ് ഭയപ്പെടേണ്ടത്. കൊമ്പസാരക്കൂട്ടിൽ ഈ വിശുദ്ധമായ ഉത്തരവാദിത്വം പരികർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് അവൻ ഭയപ്പെടുന്നത് ദൈവത്തെയാണ്, ലോകത്തെയല്ല. കാരണം ലോകത്തെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവൻ ഈ കുമ്പസാര രഹസ്യം വേണമെങ്കിൽ പുറത്ത് പറയാം. കാരണം ലോകത്തെ ഭയപ്പെടുന്ന വ്യക്തി ലോകത്തെയല്ല ഭയപ്പെടേണ്ടത്, ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തി ഒരിക്കലും കുമ്പസാരക്കൂട്ടിലെ ഒരു രഹസ്യവും പുറത്തു പറയുകയില്ല. കാരണം ലോകത്തിന് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മാത്രമേ ക്ഷതം കൊടുക്കാൻ പറ്റുകയുള്ളൂ. ലോകത്തിലെ സംവിധാനങ്ങൾക്കും ലോകത്തിലെ ശക്തികൾക്കും ഒരു വ്യക്തിയുടെ ശാരീരികമായ അവസ്ഥയെ തകർക്കാൻ പറ്റൂ, പക്ഷേ അവൻ്റെ ആത്മാവിനെ തൊടാൻ പറ്റില്ല. ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ വില അറിയുന്ന വ്യക്തി ഈ കൂദാശയുടെ ശക്തി അറിയും, ഈ കൂദാശയെ സ്നേഹിക്കും, അത് പരികർമ്മം ചെയ്യുന്നവരെ ബഹുമാനിക്കും.
ഈശോയെ സ്നേഹിക്കുകയാണെങ്കിൽ അത് പരികർമ്മം ചെയ്യുന്ന ആ വൈദികരെയും ഒരു വ്യക്തി സ്നേഹിക്കും. നമുക്ക് ഈ ദിനത്തിൽ വിശുദ്ധ കൊമ്പസാരത്തോട് ഐക്യപ്പെട്ടുള്ളൊരു ജീവിതം നയിക്കാൻ നിലപാടുകളെടുക്കാം. വർഷങ്ങളായിട്ട് കൊമ്പസാരിക്കാതിരിക്കുന്നവർ, ഏതെങ്കിലും ചെറിയ കാരണങ്ങൾ പേര് പറഞ്ഞ് ആരുടെയെങ്കിലുമൊക്കെ ജീവിത അനുഭവങ്ങളിലൂടെ ലഭിച്ച തെറ്റിദ്ധാരണകളും തെറ്റായ അനുഭവങ്ങളും ഉള്ളിൽ ഏറ്റുവാങ്ങി ഈ വിശുദ്ധ കൊമ്പസാരത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ തീരുന്ന ജീവിതമല്ല, പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ദൈവം നിലനിർത്തിയിരിക്കുന്ന ഈ കൂദാശയോട് ഐക്യപ്പെടാം. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ നിങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യരുടെ തെറ്റുകൾ കണക്കിലെടുക്കാതെ പരിഗണിക്കാതെ രമ്യയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് തന്നെ രമ്യതപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോ ദൈവം സ്ഥാപിച്ച ഈ കൂദാശകളും അത് പരികർമ്മം ചെയ്യുന്ന വ്യക്തികളിലൂടെ ദൈവം തന്നെയാണ് നമ്മളോട് അഭ്യർത്ഥിക്കുന്നത്. ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ദൈവത്തോട് രമ്യതപ്പെടുവാൻ ദൈവം തന്നെ നിലനിർത്തിയിരിക്കുന്ന കൂദാശയാണ് വിശുദ്ധ കൊമ്പസാരം. ദൈവത്തോട് രമ്യതപ്പെടുവാൻ ദൈവം നിലനിർത്തിയിരിക്കുന്ന ഈ കൂദാശയെ തള്ളിക്കളഞ്ഞാൽ ദൈവവുമായി ശത്രുതയിൽ ജീവിച്ചാൽ നമുക്ക് എത്ര നാൾ മുന്നോട്ട് ജീവിക്കാൻ പറ്റും? ഈ ഭൂമിയിൽ തീരുന്ന ജീവിതം, ഈ ഭൂമിയിൽ അവസാനിക്കുന്ന നൈമിഷികമായ കുറച്ച് നാളത്തെ ജീവിതം ദൈവത്തോട് ശത്രുത പുലർത്തി ജീവിച്ചാൽ നമുക്ക് അവസാനം നമ്മുടെ പരിണിതഫലം എവിടെയായിരിക്കും? നിത്യ നരകാഗ്നിയിൽ ചെന്ന് വീഴാതിരിക്കത്തക്ക വിധം നമുക്ക് ദൈവത്തോട് രമ്യതപ്പെടാം. ഈ വിശുദ്ധ കൊമ്പസാരത്തിലൂടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വചനഭാഗം ശാന്തമായിട്ടിരുന്ന് ഒന്ന് നമ്മൾ വായിക്കുക. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ ബോധ്യങ്ങൾ നമുക്ക് തരും. വിശുദ്ധ കൊമ്പസാരത്തെ സ്നേഹിക്കുവാൻ, അത് പരികർമ്മം ചെയ്യുന്ന വൈദികരെ ഉൾക്കൊള്ളുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങളെ രമ്യതപ്പെടുത്തുവാൻ അങ്ങ് തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ കൂദാശയാണല്ലോ വിശുദ്ധ കൊമ്പസാരം. അനുരഞ്ജന കൂദാശയിലൂടെ ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും കർത്താവിൻ്റെ കാൽവരി രക്തത്താൽ കഴുകുവാനും ദൈവവുമായി രമ്യതപ്പെട്ട് ഈ ഭൂമിയിലെ ജീവിതം നിത്യതയ്ക്ക് യോഗ്യമാക്കി മാറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടെ വിശുദ്ധ കൊമ്പസാരം എന്ന കൂദാശയിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിൽ നിന്ന് കൂടുതൽ അനുഗ്രഹവും കൃപാവരവും സ്വീകരിക്കുവാൻ തക്കവിധം ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ.